ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് എൻ്റെ കുറച്ച് ബ്ലൗസ് കളക്ഷൻസ് ഒക്കെ കാണിച്ചു തരാം. എല്ലാം ഫ്ലിപ്കാർട്ട്, മിന്ത്ര ആൻഡ് മീഷോ എന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി ലേറ്റ് ആക്കുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം തന്നെ കൂട്ടത്തിൽ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ബ്ലൗസ് എന്ന് തന്നെ തുടങ്ങാം. ഇത് സൽവാർ സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ബ്രാൻഡ് എടുത്തിട്ടുള്ള നല്ല റെഡ് കളറിലുള്ള ഒരു ബ്ലൗസാണ്. ഇത് നല്ല നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നല്ല നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ്. നല്ല ഇടാനൊക്കെ നല്ല കംഫർട്ടബിൾ ആണ്. നല്ല കറക്റ്റ് സൈസ് നോക്കിയിട്ട് തന്നെ എടുത്താൽ മതി. നല്ല പെർഫെക്റ്റ് സ്റ്റിച്ചിങ് ആണ്, നല്ല ഫിറ്റിംഗ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഹുക്ക് വരുന്നത് ബാക്കിലാണ്. ഹുക്ക് വരുന്നത് കുറച്ച് ഡീപ്പായിട്ടുള്ള നെക്ക് ലൈൻ ആണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഇടാൻ താല്പര്യമുള്ളവർ മാത്രം ഇത് നോക്കിയാൽ മതി. അത് മാത്രമല്ല, ഇതിൻ്റെ ഈ കൈയുടെ സ്ലീവിൻ്റെ അടുത്ത് വരുന്നതും വളരെ ചെറിയൊരു കഷ്ടി ഒരു അരയിഞ്ച് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ അതൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഇഷ്ടമുള്ളവർ മാത്രം സത്യത്തിൽ ഇത് നോക്കിയാൽ മതി. കാരണം എല്ലാവർക്കും അങ്ങനെയുള്ളത് ചിലപ്പോൾ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കണം എന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ മാത്രം നോക്കിയാൽ മതി. ഇത് പാഡ് വരുന്നുണ്ട്, ഇൻബിൽറ്റ് ആയിട്ടും പാഡ് വരുന്നുണ്ട്. സ്ലീവ്സ് സെപ്പറേറ്റ് വരുന്നില്ല, സ്ലീവ്ലെസ് ആയിട്ട് തന്നെയാണ് വരുന്നത്. ഇത് ഞാൻ 747 രൂപക്കാണ് ഇത് മിന്ത്രയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ്, അതുകൊണ്ട് തന്നെ ഡ്രൈ ക്ലീൻ ആണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഒരുപാട് കളേഴ്സിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒന്ന് വാങ്ങിച്ചു നോക്കും. നല്ല ഇടാം, നല്ല കംഫർട്ടബിൾ ആണ്. അടുത്തത് ഈ ഒരു ബ്ലൗസാണ്. നല്ല ഭംഗിയുള്ള നേവി ബ്ലൂ കളറിലുള്ള ഒരു ബ്ലൗസാണ്. ഇതിൻ്റെ സ്ലീവ്സിൻ്റെ അടുത്തൊക്കെ നല്ല വർക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബോഡി ഫുള്ളായിട്ട് തന്നെ നല്ല വർക്ക് വരുന്നുണ്ട്. സീക്വൻസ് വർക്കും പിന്നെ ത്രെഡ് വർക്കും ഒക്കെയാണ് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ബാക്കിലാണ് ഹുക്ക് വന്നിട്ടുള്ളത്. ബാക്കിൽ കുറച്ച് ഇറങ്ങിയിട്ട് നിൽക്കുന്ന ഒരു കഴുത്താണ്. പിന്നെ നല്ല കെട്ടുമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിന് സ്ലീവ്സ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈനിങ് അടക്കം ഇവർ സ്ലീവ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ വെച്ചിട്ട് ഇടാൻ ഇഷ്ടമുള്ളവർക്ക്, സ്ലീവ്സ് വെച്ചിട്ട് ഇടാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അപ്പം ഇതിന് ഞാൻ സ്ലീവ്സ് വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാനിത് 340 രൂപയ്ക്ക് മീഷോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ്. ശരിക്കും ആ പൈസക്ക് ശരിക്കും അടിപൊളിയായിട്ടുള്ളൊരു ബ്ലൗസ് തന്നെയാണിത്. പാഡ് കൊടുത്തിട്ടുണ്ട് ഉള്ളിൽ. ഇതിന് വേറെയും ഒരുപാട് കളർ ഓപ്ഷൻസ് ഉണ്ട്. ആക്ച്വലി ഞാൻ ഈ കളറല്ല, ഞാൻ വേറൊരു കളറ് ആണ് ആദ്യം മേടിച്ചത്. അതെനിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞാൻ ഈ കളർ വീണ്ടും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ബ്ലൗസിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. ഇതായിരുന്നു ഞാൻ ആദ്യം പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് വാങ്ങി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞാൻ ഇതിൻ്റെ നേവി ബ്ലൂ കളറും കൂടി ഞാൻ വാങ്ങിച്ചത്. ഇത് സെയിം അതേ ബ്ലൗസിൻ്റെ നേവി ബ്ലൂവിൻ്റെ സെയിം കളർ ചേഞ്ച്, വേറെ വ്യത്യാസമൊന്നുമില്ല. ബാക്കിൽ ഹുക്കായിട്ട് വരുന്നുണ്ട്, പാറ്റേൺ ആണ്. അങ്ങനെ തന്നെ നല്ല അതേ സെയിം വർക്ക് തന്നെയാണ് വരുന്നത്. പിന്നെ ഇത് സ്ലീവ്സ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒരു വ്യത്യാസം. നല്ല ഭംഗിയുണ്ട്. സ്ലീവ്സ് സ്റ്റിച്ച് ചെയ്തിട്ട് നല്ല ഭംഗിയുണ്ട്. സ്ലീവ്ലെസ് ആയിട്ടാണെങ്കിലും നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇതും 340 രൂപക്ക് തന്നെയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഈ പൈസക്ക് ശരിക്കും ഒരു വേർത്താണ്. നമ്മൾ പുറമേ ഒരു ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എന്തായാലും നമ്മൾ മെറ്റീരിയൽ വാങ്ങിച്ച് ലൈനിങ് വാങ്ങിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ട കൂലിയൊക്കെ കൊടുത്ത് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോഴേക്കും ഇന്നത്തെ കാലത്ത് കുറഞ്ഞത് ഒരു 500 രൂപയെങ്കിലും എന്തായാലും ആവും. അപ്പം ആ സമയത്ത് നമുക്കിപ്പോൾ ഈ 350 രൂപയ്ക്ക് നമുക്ക് ഒരു കംപ്ലീറ്റ്ലി സ്റ്റിച്ച് ചെയ്ത് നല്ല വർക്കൊക്കെ ഉള്ള വർക്കൊക്കെ ചെയ്തിട്ടുള്ള ഒരു ബ്ലൗസ് കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ലാഭമാണ്. അതുകൊണ്ട് ആരും ചെയ്ത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യേണ്ടതാണ്. പിന്നെ ഇവിടെ ഈ ഒരു സ്റ്റിച്ച് ശരിക്കും പറഞ്ഞാൽ വരുന്നില്ല. എനിക്ക് കുറച്ചും കൂടി ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്, കഴുത്ത് കുറച്ചും കൂടി ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് ഫ്രണ്ടിൽ ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ ഒന്ന് തുന്നി കൊടുത്തതാണ്. അടുത്തത് ഈ നല്ല ഭംഗിയുള്ള ഒരു ബ്ലാക്ക് കളർ ബ്ലൗസ് ആണ്. വെൽവെറ്റ് മെറ്റീരിയലിലാണ് കൊടുത്തിരിക്കുന്നത്. നല്ലത് ഫുൾ സ്ലീവ്സിൻ്റെ അടുത്തായാലും ശരി, മൊത്തം നല്ല മുഴുവനായിട്ട് കംപ്ലീറ്റ് ബോഡി നല്ല വർക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ബാക്കിലാണെങ്കിൽ ബാക്കൊക്കെ നല്ല രസമാണ്, ഇട്ടിട്ട് കാണാൻ നല്ല രസമാണ്. ബാക്കൊക്കെ നല്ല കറക്റ്റ്, അധികം താണിട്ട് അല്ല, അധികം കയറിയിട്ടും അല്ല, നല്ല ഭംഗിയിൽ നല്ല കറക്റ്റ് ലെങ്ത്തിലാണ് കൊടുത്തിട്ടുള്ളത്. ഒരു കെട്ടുമുണ്ട്, അതുകൊണ്ട് നമുക്ക് നല്ല കറക്റ്റ് ടൈറ്റിൽ തന്നെ കെട്ടി അങ്ങ് വെക്കുകയും ചെയ്യാം. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഫ്രണ്ട് കുറച്ചൊരു കയറിയിട്ടാണുള്ളത്, പക്ഷെ എന്നിരുന്നാലും നല്ല നല്ല ഭംഗിയാണ്. നല്ല പ്ലെയിൻ കളർ സാരിയൊക്കെ ഇടുമ്പോഴായിരിക്കും, ബ്ലൗസ് നല്ല ഹെവി ആയതുകൊണ്ട് പ്ലെയിൻ കളർ സാരിയൊക്കെ ഇടുമ്പോഴായിരിക്കും നല്ല ഭംഗി ഉണ്ടാവുക. ഇത് ഞാൻ മീഷോയിൽ നിന്നാണ് തോന്നുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ എന്തായാലും എല്ലാ ബ്ലൗസിൻ്റെയും പ്രോഡക്റ്റ് ലിങ്ക് കിട്ടുവാണെങ്കിൽ എന്തായാലും എല്ലാത്തിൻ്റെയും കൊടുത്തേക്കാം. ഇത് കുറച്ച് പാഡഡ് ആയിട്ടാണ് വരുന്നത്. ഒരു ലൈറ്റ്
പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പാഡാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിലാണ് ഹൂക്സ് ഒക്കെ പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫീഡിങ് മദേഴ്സിനും നല്ല പെർഫെക്റ്റ് ആയിരിക്കും, അവർക്ക് നല്ല ഉപകാരപ്രദമാവുന്ന ഒരു ബ്ലൗസ് തന്നെയാണിത്. 332 രൂപക്കാണ് ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള ബ്ലൗസ് ആണ്. തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെട്ടവർ തീർച്ചയായും മിസ്സാക്കണ്ട. ശരിക്കും ഈ ഒരു പൈസക്ക് ശരിക്കും ഇതുപോലത്താണ് നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ബ്ലൗസ് ആണ് തന്നെ പറയാം. നല്ല കുറച്ച് പിന്നെ എന്താണ് സിമ്പിൾ ആയിട്ടുള്ള സാരിയൊക്കെ പെയർ ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഭംഗി ഉണ്ടാവുക. ബ്ലൗസ് ഇത്തിരി ഹെവി ആയതുകൊണ്ട് സിമ്പിളായിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇപ്പോൾ ഓണൊക്കെ ആവാറായില്ലേ, അപ്പം സെറ്റ് സാരിയുടെ കൂടെയൊക്കെ പെയർ ചെയ്യുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും ഇത് കാണാൻ വേണ്ടിയിട്ട്. അടുത്തത് ഇതാ വീണ്ടും ഒരു നേവി ബ്ലൂ കളർ ബ്ലൗസ് തന്നെയാണ്. ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ബ്ലൗസ് ആണ്. ഫ്രണ്ടിലൊക്കെ നല്ല കറക്റ്റ് ലെങ്ത് ആണ് വരുന്നത്. ബാക്കിൽ ഒരു കുറച്ച് ഡീപ്പായിട്ടാണ് വരുന്നത്. ഇത് സ്റ്റിച്ചിങ് ബാക്കി എല്ലാ ഇടത്തും സ്റ്റിച്ചിങ് നല്ല സ്റ്റിച്ചിങ് തന്നെയാണ്. പക്ഷെ ബാക്കിൽ മാത്രം കുറച്ച് അവിടെ ഇവിടെ ആയിട്ട് ചെറുതായിട്ട് പിന്നിപ്പോയിട്ടൊക്കെ ഉണ്ട്. അതൊഴിച്ചാൽ ഇതൊരു നല്ല 207 രൂപക്കാണ് ഞാൻ ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ആ പൈസക്ക് ശരിക്കും കുഴപ്പമില്ലാത്തൊരു ബ്ലൗസ് തന്നെയാണ്. പിന്നെ ഇത് സ്ലീവ്സ് സെപ്പറേറ്റ് സ്ലീവ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേണ്ടവർക്ക് സ്ലീവ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ കുഴപ്പമില്ലാത്തൊരു ഈ ഒരു പൈസക്ക് കുഴപ്പമില്ലാത്തൊരു ബ്ലൗസ് തന്നെയാണിത്. ഈ ബ്ലൗസ് നമുക്ക് വേണമെങ്കിൽ സ്കേർട്ടിന്റെ കൂടെയും പെയർ ചെയ്താലും നല്ല ഭംഗി ഉണ്ടാവും. ഒരു പ്രിൻസസ് കട്ട് വരുന്നതായത് കൊണ്ട് സ്കേർട്ടിന്റെ കൂടെ ഇടുമ്പോഴും നല്ല രസം ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. അടുത്തത് ഈ ഒരു പിങ്ക് കളറിലുള്ള സ്ലീവ്ലെസ് ബ്ലൗസ് ആണ്. നമ്മൾ ആദ്യത്തെ റെഡ് കളറിനത് കാണിച്ചതുപോലെ തന്നെ വരുന്ന ഒരു അതിൻ്റെ ഒരു കളർ ചേഞ്ച് പോലെ തന്നെ വരുന്ന ഒരു ബ്ലൗസ് ആണ്. പക്ഷേ ഇത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചതായിരുന്നു. ജസ്റ്റ് ഒരു 331 രൂപ മാത്രമേ ഉള്ളൂ. ഫാബ്രിക് നല്ല ഫാബ്രിക് ആണ്. റെഡ് കളറിന്റെ അത്ര സോഫ്റ്റ് ഒന്നല്ല, പക്ഷെ എന്നിരുന്നാലും നല്ല ഒരു ഫാബ്രിക് ആണ്. നല്ല സ്റ്റിച്ചിങ് ആയിക്കോട്ടെ ഫിറ്റിംഗ് ആയിക്കോട്ടെ എല്ലാം പെർഫെക്റ്റ് ആണ്, അടിപൊളിയാണ്. പിന്നെ ബാക്കിലാണ് ഹുക്ക് വന്നിരിക്കുന്നത്. ബാക്ക് നെക്ക് കുറച്ച് ഡീപ്പാണ്. എന്നിരുന്നാലും നല്ല അങ്ങനെ ഇടാനൊക്കെ കംഫർട്ടബിൾ ആയിട്ടുള്ളവർക്ക് ശരിക്കും ഇത് ഇഷ്ടപ്പെടും. നല്ലൊരു ബ്ലൗസ് തന്നെയാണ്. പക്ഷെ ഇതിന്റെ പാഡ് കുറച്ച് ഒരു ഹെവി പാഡഡ് ആയിട്ടാണ് വരുന്നത്. അത് മാത്രമേ എനിക്ക് കുറച്ച് ഇഷ്ടപ്പെടാതെയുള്ളൂ. ആ റെഡ് കളർ ബ്ലൗസിൻ്റെ നല്ല നേരിയ ഒരു പാഡാണ് വരുന്നത്. അതുകൊണ്ട് നല്ല സുഖമാണ് ഇടാനൊക്കെ, നല്ല കംഫർട്ടബിൾ ആണ്. അത് മാത്രമേ എനിക്കൊരു ഇത് തോന്നിയിട്ടുള്ളൂ. അത് പാഡ് വേണ്ട എന്നുള്ളവർക്ക് പാഡ് എടുത്ത് മാറ്റിയാലും മതി, കുഴപ്പമൊന്നുമില്ല. അല്ലാതെ നോക്കുമ്പോൾ ശരിക്കും ഇത് ആ റെഡ് കളറിന് 700 രൂപ കൊടുത്ത് അത് വാങ്ങിക്കുന്നതിനേക്കാൾ ഈ ഒരു ബ്ലൗസ് വാങ്ങിക്കുന്നത് തന്നെയാണ് നല്ലത്. ഒരുപാട് കളർ ചേഞ്ചസ് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ സ്ലീവ്ലെസ് ബ്ലൗസ് ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. അടുത്തത് ഈ ഒരു റെഡ് കളർ ബ്ലൗസ് ആണ്. ഞാനിത് മീഷോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ്. കോട്ടൺ ബ്ലൗസ് ആണ്. ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ എന്ന് കരുതി. ഇത് റേറ്റ് വളരെ കുറവാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ എന്ന് കരുതി മാത്രം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതായിരുന്നു. ഇത് കുറച്ച് കാരണം ഇത് കഴുത്തൊക്കെ കുറച്ച് നെക്കൊക്കെ ഭയങ്കര കയറിയിട്ടാണ്. ബാക്കിലായാലും കുറച്ച് കയറിയിട്ട് വരുന്ന നെക്കാണ്. ഫ്രണ്ടിലും അതുപോലെ തന്നെയാണ്. ഭംഗി ഉണ്ടാവുമെന്നൊന്നും അറിയത്തില്ല. എന്നാൽ കൂടിയും ചെറിയ റേറ്റല്ലേ ഉള്ളൂ. കോട്ടൺ ആകുമ്പോൾ കുറച്ച് നല്ലതല്ലേ എന്ന് കരുതിയിട്ട് ഞാൻ അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഒരു ബ്ലൗസാണിത്. ഫ്രണ്ടിലാണ് ഹുക്കൊക്കെ വരുന്നത്. ഫീഡിങ് മദേഴ്സിനൊക്കെ നല്ലതാണ്. ശരിക്കും അത് നല്ലൊരു കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ്. അതുകൊണ്ട് ഇടാനൊക്കെ നല്ല സുഖമാണ്. നോർമൽ ബ്ലൗസിന്റെ ഇതിന് ഫ്രണ്ടിൽ ഹുക്ക് വരുന്നതുകൊണ്ട് നമുക്ക് സ്കേർട്ടിന്റെ കൂടെ ഒക്കെ ഇടാൻ അത്ര ഭംഗി ഉണ്ടാവത്തില്ല. അല്ലാതെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ബാക്കിലായിരുന്നെങ്കിൽ ശരിക്കും സ്കേർട്ടിന്റെ കൂടെയും ഇടാൻ പറ്റുമായിരുന്നു. എന്തായാലും ഇതൊരു ഇതിന്റെ റേറ്റ് വന്നിട്ട് 168 രൂപ മാത്രമേ വരുന്നുള്ളൂ. ആ ഒരു റേറ്റിനൊക്കെ നമുക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്ന തന്നെയാണ്. നല്ല കോട്ടൺ ബ്ലൗസ് തന്നെയാണ്. ഇനി അടുത്തത് ഈ ഒരു അജ്രക് പ്രിന്റ് വരുന്ന ഒരു കോട്ടൺ ബ്ലൗസ് ആണ്. നേരത്തെ ഇപ്പം റെഡ് കളറിൽ കാണിച്ച അതേപോലെ തന്നെയുള്ള ഒരു ബ്ലൗസ് ആണ്. നല്ല കോട്ടണിൽ വരുന്ന ഒരു ബ്ലൗസ് ആണിത്. ഈ ഓഫീസിലൊക്കെ പോകുന്നവർക്കൊക്കെ ഡെയിലി യൂസിനൊക്കെ വളരെ നല്ല ഒരു ഇതാണ് ബ്ലൗസ് തന്നെയാണ്. ഇങ്ങനത്തെയൊക്കെ കുറച്ച് പ്രിന്റൊക്കെ വരുന്ന ബ്ലൗസൊക്കെ സ്റ്റൈൽ ചെയ്യുന്നതായിരിക്കും നന്നാവുക. നമ്മൾ ഈ നോർമൽ ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നതിനേക്കാളും ഇങ്ങനത്തെയൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നല്ലതായിരിക്കും. നമുക്ക് ഡെയിലി യൂസിനൊക്കെ ആകുമ്പോൾ ഈ നെക്കൊക്കെ ഹൈ നെക്കൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി ഒരു ഭംഗി ഉണ്ടാവുമല്ലോ കാണാൻ വേണ്ടിയിട്ട്. നല്ല കംഫർട്ടബിൾ ആയിട്ട് ഉണ്ടാവുകയും ചെയ്യും. ഹുക്കൊക്കെ ഫ്രണ്ടിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇടാനും നല്ല സുഖമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സീ യു നെക്സ്റ്റ് വീഡിയോ.